ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. എങ്ങനെ വീട്ടിലിരുന്ന് എളുപ്പത്തിൽ മാനിക്യൂർ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഏതായാലും മാനിക്യൂർ എല്ലാം ചെയ്ത് കഴിഞ്ഞു, കണ്ടില്ലേ? മാനിക്യൂർ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ രീതിക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. എൻ്റെ കയ്യിലുള്ള കുറച്ച് ലിമിറ്റഡ് പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു മാനിക്യൂർ ചെയ്തത്. ഒരു സിമ്പിൾ മാനിക്യൂർ ആണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ പാർലറിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാനിക്യൂർസ്, പെഡിക്യൂർസ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും, സർവീസസ് എല്ലാം. പക്ഷേ എൻ്റെ ആവശ്യം അനുസരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു മാനിക്യൂർ ചെയ്തിരിക്കുന്നത്. അപ്പം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. മിസ് ചെയ്യാതെ കാണുക, എല്ലാ പോർഷൻസ് കാണുക കേട്ടോ. പിന്നീട് ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഈ പ്രോഡക്ട്സ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള അവൈലബിൾ പ്രോഡക്ട്സ് ആയാലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഹോം റെമഡീസ് യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന പ്രോഡക്ട്സ് ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ സ്ക്രബ് എന്നൊക്കെ പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഷുഗർ സ്ക്രബ് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്രബ്സ് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ സാധാരണ സമയം കിട്ടുമ്പോൾ ഞാൻ എൻ്റെ നെയിൽസ് ഒക്കെ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം പോളിഷിംഗ് ഒക്കെ ആയിരുന്നാലും സ്വന്തമായിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കൂടുതലും ഞാൻ ജെൽ പോളിഷാണ് ചെയ്യുന്നത്. ഇപ്പോൾ പാർലറിൽ പോയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഫെയറിൽ ജെൽ പോളിഷ് അവൈലബിൾ ആണ്, ജെൽ പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് നെയിൽ ആർട്സ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് നെയിൽ ആർട്ടിൻ്റെ കൂടെ വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ എക്സ്റ്റൻഷൻ വെക്കാറില്ല, എൻ്റെ സ്വന്തം നെയിൽസ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഷോർട്ട് ആണെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു നെയിൽ എൻ്റെ പൊട്ടിപ്പോയി അല്ലെങ്കിൽ ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ നെയിൽസും ഷോർട്ടാക്കും. ഞാൻ അതിന് വേണ്ടി മാത്രം എക്സ്റ്റൻഷൻ വെക്കാറില്ല. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഇപ്പം ഡാമേജിങ് അല്ലേ, നെയിൽസിന് ഡാമേജിങ് അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ റിമൂവ് ചെയ്യുന്നത് പോലെ ഇരിക്കും. ദാറ്റ് ഈസ് ഇപ്പം ഒരു റിമൂവിങ് ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജെൽ പോളിഷ് റിമൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫോയിൽ പോലത്തെ ഒരു റിമൂവർ വെച്ചിട്ടുള്ള ഒരു ഫോയിൽ കിട്ടും. മടക്കി ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് ഒരു 20 minutes to half an hour വെക്കണം. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും തനിയെ ഇങ്ങനെ സോക്ക് ചെയ്ത് ഇങ്ങനെ ഇളകി വരും. അപ്പം ജസ്റ്റ് ഒന്ന് ബഫർ യൂസ് ചെയ്തിട്ടൊന്ന് റിമൂവ് ചെയ്താൽ മതി. അങ്ങനെ ഇളകി വരുന്നെന്നുണ്ടെങ്കിൽ അത് സേഫാണ് കുറച്ചും കൂടി. പിന്നീട് എനിക്ക് ഫ്രഞ്ച് നെയിൽസ് ചെയ്യുന്നത് ഇഷ്ടമാണ്, ഫ്രഞ്ച് പോളിഷും ഇഷ്ടമാണ്, അതും ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ന്യൂഡ് ഷെയ്ഡൊക്കെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ സമയത്ത് സ്റ്റെയിൻ ആകും. ലൈറ്റ് ഷെയ്ഡ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. പക്ഷേ നമ്മുടെ നോർമൽ നെയിൽ പോളിഷ് റിമൂവർ യൂസ് ചെയ്തിട്ട് നമുക്കത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ഇപ്പം നാട്ടിൽ ജെൽ പോളിഷ് ഇടുന്ന സ്ഥലം പറയുകയാണെന്നുണ്ടെങ്കിൽ നെയിൽ ആർട്ട് വില്ല പോകുമായിരുന്നു, സ്റ്റൈൽ പ്ലസിൻ്റെ അവിടെയുള്ള നെയിൽ ആർട്ട് വില്ലയിൽ പോകുമായിരുന്നു. പിന്നെ ഫെയറിൽ, ഈ റീസെൻ്റ്ലിയാണ് ഫെയറിൽ ജെൽ പോളിഷൊക്കെ വന്നത്. അത് നല്ല ഫിനിഷിംഗ് ആണ്. അപ്പോൾ അവിടെയും പോയി ഞാൻ ചെയ്യാറുണ്ട്. പിന്നീട് എറണാകുളത്ത് പോകുമ്പോൾ നെയിൽ ആർട്ടിസ്ട്രിയിലാണ് ഞാൻ പോകുന്നത്. നെയിൽ ആർട്ടിസ്ട്രിയിൽ നീറ്റായിട്ടെല്ലാം ചെയ്തു തരും. അപ്പം അവിടെയും പോകാറുണ്ട്. പിന്നീട് ഒരു പ്രോ നെയിൽ സ്റ്റുഡിയോ ആണെന്ന് തോന്നുന്നു പനമ്പള്ളി നഗറിൽ. അവിടെ ഞാൻ പോയി നെയിൽസ് ചെയ്തതിന് ശേഷം എനിക്ക് ഡാമേജ് പറ്റിയായിരുന്നു. ഞാൻ ഫ്രഞ്ച് പോളിഷാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം എൻ്റെ എല്ലാ നെയിൽസും ക്രാക്കായി ഇങ്ങനെ ഇളകിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ പിന്നീട് അവിടെ പോയിട്ടില്ല. പിന്നെ നെയിൽ ആർട്ടിസ്ട്രിയിലാണ് ആ സമയത്ത് ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് നീറ്റായിട്ട് എനിക്ക് ഡാമേജ് എല്ലാം കവർ ചെയ്ത് തന്നിട്ട് എല്ലാ നെയിൽസൊക്കെ കട്ട് ചെയ്ത് നല്ല പ്രോപ്പറായിട്ട് ഫയൽ ചെയ്ത് ജെൽ പോളിഷൊക്കെ അപ്ലൈ ചെയ്ത് തന്നു. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കാണുന്നില്ലേ, അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനിലും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ നെയിൽസിൻ്റെ അവസ്ഥ. നെയിൽ പോളിഷൊക്കെ ഏകദേശം റിമൂവായി തുടങ്ങി, ടിപ്പിൽ നിന്നൊക്കെ റിമൂവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുക. അപ്പോൾ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാനായിട്ട് സാധാരണ കോട്ടൺ ബോൾസ് ഉണ്ടെങ്കിൽ അതെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ കോട്ടൺ പാഡാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ റിമൂവർ യൂസ് ചെയ്തിട്ട് ആദ്യം നമുക്ക് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാം. ഇത് ഇങ്ങനെ ഇളകി വരുന്ന ഈ ഫ്ലേക്സ് കണ്ടോ, ഇതെന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റിക്ക് ഓൺ നെയിൽസ് വെക്കുമായിരുന്നു. സ്റ്റിക്ക് ഓൺ നെയിൽസ് നമ്മൾ നെയിൽസിൽ സ്റ്റിക്ക് ചെയ്യാൻ സമയത്ത് നമ്മളൊരു ഗ്ലൂ അപ്ലൈ ചെയ്യുമല്ലോ. അപ്പോൾ ആ റിമൈനിങ് ഗ്ലൂ ആണ് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഫ്ലേക്സ് ആയിട്ട് ഇങ്ങനെ ഇളകുന്ന കാണാൻ പറ്റുന്നത്. ഇത് കുറച്ച് ചൂട് വെള്ളമാണ്. അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാണ് ഇത് എടുത്തിരിക്കുന്നത്. ഞാൻ എൻ്റെ നെയിൽ പോളിഷും റിമൂവ് ചെയ്ത് കഴിഞ്ഞു കംപ്ലീറ്റ് ആയിട്ട്. അപ്പം ഞാൻ ഇനി എൻ്റെ നെയിൽസിനെ ഈ ചൂട് വെള്ളത്തിലേക്ക് സോക്ക് ചെയ്യുകയാണ്. ഒരു 2 minutes നമുക്ക് ഇതിങ്ങനെ സോക്ക് ചെയ്യാം. ഇനി നമ്മൾ നമ്മുടെ നെയിൽസിനെയൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ക്ലെൻസ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ബോഡി ക്ലെൻസർ യൂസ് ചെയ്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ് ക്ലെൻസേഴ്സ് യൂസ് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ നെയിൽസൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. പിന്നെ ചുറ്റിനുള്ള നമ്മുടെ ഈ നെയിലിൻ്റെ ഏരിയ ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കാരണം തന്നെ നല്ലൊരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് തന്നെ ക്ലെൻസ് ചെയ്യുക.
അപ്പോൾ ഞാൻ ഇവിടെ ക്ലെൻസ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഡെർമാവൈവ് ഹൈഡ്ര ക്ലെൻസറാണ്. ഇത് ഞാൻ എൻ്റെ ഫേസിൽ യൂസ് ചെയ്യുന്ന ക്ലെൻസറാണ്. ഇപ്പോൾ ഫേസ് എന്ന് മാത്രമല്ല നമ്മുടെ ബോഡിയുടെ ഏത് പാർട്ടിലും ഈ ഒരു ക്ലെൻസർ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഏരിയാസിലോ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലെൻസർ യൂസ് ചെയ്യാം. അപ്പോൾ ഡെർമാവൈവിൻ്റെ ഹൈഡ്ര ക്ലെൻസറാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സലൂണിലൊക്കെ പോയി ചെയ്യുവാണെങ്കിൽ അറ്റ് എ ടൈം ഓരോ കൈയല്ലേ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്നത് കാരണം നമുക്ക് 2 കൈയും അറ്റ് എ ടൈം തന്നെ വാഷ് ചെയ്യാം. ഇനി നമുക്ക് ഇതേ ക്ലെൻസർ വെച്ചിട്ട് തന്നെ നമുക്കൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് നമ്മുടെ നെയിൽസിന്റെ പോർഷനിൽ ഒന്ന് മൈൽഡായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് നെയിൽ സ്ക്രബിങ് ബ്രഷ് മേടിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്താലും മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ നെയിൽ സ്ക്രബിങ് ബ്രഷ് ഇല്ല. അതിന് പകരം എൻ്റെ കയ്യിൽ ഒരു പുതിയ ടൂത്ത് ബ്രഷ് ഇരിപ്പുണ്ടായിരുന്നു സ്പെയർ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാമെന്ന്. ബട്ട് ആ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ട് മൈൽഡായിട്ട്, ഒത്തിരി ഹാർഷായിട്ട് സ്ക്രബ് ചെയ്യരുത്, നെയിൽസിൻ്റെ പുറത്ത് ഒന്ന് മൈൽഡായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതേ വെള്ളം വെച്ചിട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്യാം. ഇനി ഞാനൊരു ഫൈലർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് എൻ്റെ നെയിൽസ് ഒന്ന് ഫൈൽ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ലെങ്ത് ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കൊരു നെയിൽ കട്ടർ കൊണ്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫൈലർ കൊണ്ട് ട്രിം ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഡയറക്റ്റ് ഒന്ന് ഫൈൽ ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് എനിക്ക് നോക്കിയിട്ട് എനിക്ക് ലെങ്ത് ഇനിയും കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എനിക്കൊരു നെയിൽ കട്ടർ യൂസ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം എന്തായാലും ഫൈൽ ചെയ്യാൻ പോവാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഇപ്പം നമുക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം അതുപോലുള്ള ഷേപ്പിൽ നമുക്ക് ഫൈൽ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇത്രേ ഉള്ളൂ, നമ്മൾ ഫൈൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുക നമ്മുടെ എല്ലാ നെയിൽസും ഒരേ ഷേപ്പിലാണോ ഇരിക്കുന്നത്, അതിന് ഏത് ഷേപ്പ് ചെയ്താൽ നന്നായിരിക്കും, അതൊക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നീട് നമ്മുടെ ഓരോ നെയിൽസിൻ്റെ ലെങ്ത് അനുസരിച്ചിരിക്കും. ചില നെയിൽസിൽ ചില ഷേപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല, കാരണം നമ്മുടെ നെയിൽസിന് ലെങ്ത് കുറവായിരിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വന്നതിന് ശേഷം എന്താ പറയുക, എൻ്റെ നെയിൽസ് ചെറുതായിട്ടൊന്ന് ഡാമേജിങ് ആവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജെൽ പോളിഷ് ഒന്നും ചെയ്യാതെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ നോർമൽ നെയിൽ പോളിഷാണ് കേട്ടോ ഇട്ടിരുന്നത്. പക്ഷെ എന്നിട്ടും ചിലപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നെയിൽസ് എല്ലാം ഡാമേജ് ആയത്. ഒരല്പം ചെറിയ ചെറിയ രീതിക്കൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സൈഡിൽ നിന്ന് കുറച്ച് നെയിൽസ് എൻ്റെ ഇളകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ അപ്പോൾ തന്നെ എളുപ്പത്തിനായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് നെയിൽ കട്ടർ എടുത്തിട്ട് അതങ്ങ് ആ ഒരു സൈഡ് അങ്ങ് കട്ട് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെ എൻ്റെ ഓരോ നെയിൽസും പല പല ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാ നെയിൽസും ഒന്ന് നന്നായിട്ട് ഫൈൽ ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പ് അതിന് ചേരും. കുറച്ച് നമുക്ക് അത്രയും ലോങ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എന്തായാലും നമ്മൾ ജെല്ലല്ല ചെയ്യുന്നത് എങ്കിൽ പോലും നമ്മൾ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഷോർട്ട് നെയിൽസ് ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ലോങ് നെയിൽസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഞാൻ ചെയ്തത് എൻ്റെ നെയിൽസിൻ്റെ ലെങ്ത് എല്ലാം എനിക്ക് ആവശ്യത്തിനനുസരിച്ച് ഞാൻ കുറച്ചു. അതിനുശേഷം ഞാൻ ഈ സൈഡ് ഒന്ന് കാർവ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ റൈറ്റ് ഹാൻഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് യൂഷ്വലി എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, നമ്മുടെ റൈറ്റ് ഹാൻഡിലുള്ള നെയിൽസ് ചെയ്യാൻ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് സമയം കൂടുതലെടുക്കും. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ആരെങ്കിലും നമ്മുടെ നെയിൽസ് ചെയ്തു തരുന്ന പോലെയല്ലല്ലോ, നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ നെയിൽസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് കോക്കനട്ട് ഓയിൽ. ഇതിപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ കാരണം ഇതിങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നതാണ്. കുറച്ച് കോക്കനട്ട് ഓയിൽ ഞാനിങ്ങനെ ഒന്ന് എൻ്റെ എല്ലാ നെയിലിൻ്റെ പുറത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ ക്യൂട്ടിക്കിളിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ക്യൂട്ടിക്കിൾ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ടാണ് ഈ ഒരു കോക്കനട്ട് ഓയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തത്. ക്യൂട്ടിക്കിൾ ഓയിൽ ഉള്ള ആൾക്കാർ ക്യൂട്ടിക്കിൾ റിമൂവിങ് ഓയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് ബേസിക്കലി നമ്മുടെ ക്യൂട്ടിക്കിൾസ് എല്ലാം റിമൂവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ ആൽമണ്ട് ഓയിൽ ഉള്ള ആൾക്കാർ ആൽമണ്ട് ഓയിൽ അപ്ലൈ ചെയ്താലും മതി. ഇനി നമുക്കൊരു 2 minutes വെയിറ്റ് ചെയ്യാം. ക്യൂട്ടിക്കൽ റിമൂവിങ് ടൂളുള്ള ആൾക്കാർ അത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നെയിൽ കട്ടറിൻ്റെ ഒരു മിഡിൽ പോർഷൻ കാണുന്നില്ലേ ഇതുപോലെ, അപ്പം അത് യൂസ് ചെയ്താലും മതി. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ചെറിയ സിസേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കുക. ഇതുപോലുള്ള സിസർ ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കുക. പിന്നീട് നമുക്ക് നമ്മുടെ നെയിൽ കട്ടറിൻ്റെ തന്നെ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, അതും നമുക്ക് യൂസ് ചെയ്യാം. ഇനി എക്സസ് ഇതുപോലെ ഇങ്ങനെ ഫ്ലേക്കി ആയിട്ടിരിക്കുന്ന എല്ലാം നമുക്ക് ഈ ഒരു സിസർ യൂസ് ചെയ്ത് കട്ട് ചെയ്യാം.
ഇനി നെയിലിൻ്റെ പുറത്ത് എന്തെങ്കിലും ഫ്ലേക്കി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫൈലറിൻ്റെ മേളിലത്തെ പോർഷൻ കണ്ടില്ലേ, അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് പതുക്കെ വലിയ പ്രഷർ കൊടുക്കാത്ത രീതിയിൽ നമുക്കതെല്ലാം റിമൂവ് ചെയ്യാം. ഇനി ഈ ഒരു ബനാന നെയിൽ ഫൈലർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒരു ഫൈനൽ ടച്ചായിട്ട് ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫൈലിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞു, നെയിൽസ് എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഹാൻഡിൻ്റെ പോർഷനിൽ ഒരു സ്ക്രബിങ് കൊടുക്കാം. അപ്പോൾ സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ സിമ്പിളിൻ്റെ സൂത്തിങ് ഫേഷ്യൽ സ്ക്രബാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫേഷ്യൽ സ്ക്രബാണ്. ഞാൻ ഫേഷ്യൽ സ്ക്രബ് യൂസ് ചെയ്യുന്ന കാരണം ഇത് കുറച്ചും കൂടി മൈൽഡ് ആയിരിക്കും നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്നതായതുകൊണ്ട്. പിന്നെ ബോഡി സ്ക്രബ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ തൽക്കാലം ബോഡി സ്ക്രബ് ഇല്ല, അപ്പോൾ അത് കാരണമാണ് ഞാൻ ഈ ഫേഷ്യൽ സ്ക്രബ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ബോഡി സ്ക്രബ് ആകുമ്പോൾ ചിലപ്പോൾ ചില ബ്രാൻഡിനനുസരിച്ചിട്ട് ചിലപ്പോൾ അതിനുള്ള ഗ്രാന്യൂൾസ് കുറച്ചും കൂടി ഹാർഡർ ആയിരിക്കും. പക്ഷേ ഈ ഒരു ബ്രാൻഡിൻ്റെ നല്ല മൈൽഡ് ആയിട്ടുള്ള ഗ്രാന്യൂൾസ് ആയിരിക്കും. അത് മാത്രമല്ല ഇതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഇതിൽ റൈസ് ഗ്രാന്യൂൾസ് ആണ് വരുന്നത്. അപ്പോൾ അത് വളരെയധികം നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. അപ്പോൾ എന്തായാലും നമുക്കിനി സ്ക്രബ് ചെയ്യാം. ഒരു 3 minutes നന്നായിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്യാം. നമ്മുടെ സ്ക്രബ് ഡ്രൈ ആകുന്നതിനനുസരിച്ച് നമുക്ക് അല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു പോർഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, ഹാൻഡിൻ്റെ പോർഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്ക് ഫുൾ ആംസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇനി അടുത്തത് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യണം. അപ്പോൾ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഞാൻ ബോഡി ലോഷനാണ് എടുത്തിരിക്കുന്നത്. ഇത് നിവ്യയുടെ ചെറി ബ്ലോസം ആൻഡ് ജോജോബ ഓയിൽ വരുന്ന മോയ്സ്ചറൈസറാണ്, ബോഡി ലോഷനാണ്. അപ്പോൾ ഇതിൽ നിന്ന് അല്പം എടുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ സമയത്ത് നമുക്ക് ചെറിയൊരു മസാജും കൂടെ കൊടുത്താലും നല്ലത് തന്നെയാണ്. കാരണം നമ്മൾ പാർലറിലൊക്കെ പോകുമ്പോൾ മാനിക്യൂർ പെഡിക്യൂർ ഒക്കെ ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്കൊരു മസാജിങ് തരില്ലേ, അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഓരോ കൈ യൂസ് ചെയ്ത് മസാജ് ചെയ്താലും മതി. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ നെയിൽസിൻ്റെ പുറത്ത് ക്യൂട്ടിക്കൽ ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ ക്യൂട്ടിക്കൽ ക്രീമോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഓയിൽസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ നെയിൽസ് എല്ലാം നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഒരു ക്യൂട്ടിക്കൽ ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ ക്യൂട്ടിക്കിൾസിൽ കംപ്ലീറ്റ് ആയിട്ട് ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് ബേർട്സ് ബീസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ഇതിൽ നിന്ന് ഒരല്പം എടുത്തിട്ട് നമുക്കൊന്ന് എല്ലാ നെയിൽസിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്യൂട്ടിക്കൽ ക്രീമാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 to 15 minutes ഒന്ന് അബ്സോർബ് ആകാനായിട്ട് സമയം കൊടുക്കണം. ഇപ്പം നെയിൽ പോളിഷ് ഇടുവാണെങ്കിൽ മാത്രം അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇവിടെ വെച്ച് മതിയാക്കാം. ഇനി നമുക്ക് ബേസ് കോട്ട് ഇടാം. ഇത് റിമ്മൽ അണ്ടറിൻ്റെ പ്രോഡക്റ്റ് ആണ്. എൻ്റെ ബേസ് കോട്ട് ഏതായാലും നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയിൽ പോളിഷ് ഇട്ട് തുടങ്ങാം. ഇത് കളക്ഷൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നെയിൽ പെയിൻ്റ് ആണ്. അപ്പോൾ ഇത് ആക്ച്വലി വളരെയധികം അഫോർഡബിൾ ആയിട്ടുള്ള ഇവിടെ കിട്ടുന്ന ഒരു ബ്രാൻഡാണ് ഈ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ സമയത്ത് ഒരു കാര്യം ആലോചിക്കുക, ഒരുപാട് തിക്കായിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ചെയ്താൽ മതി. ഇതൊരു ബഡാണ്. ഈ ഒരു കണ്ടെയ്നറിൽ ഞാൻ കുറച്ച് നെയിൽ പോളിഷ് റിമൂവർ എടുത്തിട്ടുണ്ട്, പിന്നെ ഞാനൊരു ബഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബഡിനെ ഞാൻ ഇതിൽ ഡിപ്പ് ചെയ്ത് ഞാനിങ്ങനെ വെച്ചിരിക്കുവാണ്. കാരണം നമ്മൾ നെയിൽ പെയിൻറ്റ് ഇടാൻ സമയത്ത് സൈഡിൽ എങ്ങാനും ആകുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഇതങ്ങ് വൈപ്പ് ചെയ്ത് കളയാവുന്നതാണ്. നമ്മൾ ആദ്യത്തെ കോട്ട് ഇടാൻ സമയത്ത് നമുക്ക് ഒട്ടും ഫിനിഷ് ഇല്ലാത്ത പോലെ തോന്നുള്ളൂ. അത് നാച്ചുറലാണ്, അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇനി രണ്ടാമത്തെ കോട്ടോ അല്ലെങ്കിൽ അഥവാ മൂന്നാമത്തെ കോട്ടോ ഒക്കെ ഇടുമ്പോൾ മാത്രമേ നമുക്ക് നല്ലൊരു ഫിനിഷിങ്ങിൽ ഈ നെയിൽ പെയിൻറ്റ് ഇരിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡ്രയർ യൂസ് ചെയ്തിട്ട് ഈ നെയിൽ പോളിഷ് ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ നെയിൽ പെയിൻറ്റ്സ് എല്ലാം ഡ്രൈ ആയി. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തത്
ബേസ് ആയിട്ടാണ്. ഇനി ഇത് നമുക്ക് ടോപ്പ് കോട്ടായിട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ആക്ച്വലി ഞാനൊരു ജെൽ പോളിഷ് അപ്ലൈ ചെയ്തതുപോലെ തന്നെ ഉണ്ട്, വലിയ ഡിഫറൻസ് ഇല്ല. ഇതൊരു ജെൽ എഫക്റ്റ് തരുന്ന നെയിൽ പോളിഷാണ്, പക്ഷെ എന്നാൽ പോലും അത്യാവശ്യം നല്ല ജെല്ലായിട്ട് തന്നെ ഇരിക്കുന്നു. എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, കൈയൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുമല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.